വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 10ാം ദിനം മാപ്പിംഗ് നടത്തിയുള്ള പരിശോധന തുടരും. കടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. ചാലിയാർ തീരത്തെ പരിശോധനയും ഇതോടൊപ്പം തുടരും. ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാദൌത്യവും തെരച്ചിലും ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നെറ്റ്വർക്ക് കവറേജിന് ചൂരൽമലയിൽ താൽക്കാലിക മൊബൈൽ ടവറും ഒരുക്കി. വിവരങ്ങളുമായി വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കേരളം 10 കണ്ണീർ ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സൂചിപ്പാറ മേഖലയിൽ ഇന്നലെ പരിശോധന നടത്തി അവിടെ നിന്നും ശരീരഭാഗം കണ്ടെടുത്തൊരു സാഹചര്യത്തിൽ അവിടെ ഏത് രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്താനാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്? അതോടൊപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഇന്നും പരിശോധനകൾ നടക്കുന്നുണ്ടോ? ലിബിഷ്, ചാലിയാറിന്റെ ദുർഘട മേഖലയായിട്ടുള്ള സൺറൈസ് വാലിയിൽ ഇന്നും തെരച്ചിൽ തുടരും. സൂചിപ്പാറയിലും പരപ്പൻപാറയിലും അടക്കമാണ് ഈ തെരച്ചിൽ തുടരുക. അതിന് സൈന്യത്തിന്റെയും ഒപ്പം തന്നെ സന്നദ്ധ സേനകളുടെയും പോലീസ് അടക്കം NDRF അടക്കമുള്ള സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരില്ല. ആ രീതിയിലായിരിക്കും ഈ തെരച്ചിൽ തുടരുക. ഇന്നലെ ഒരു മൃതദേഹം നിലമ്പൂരിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഒപ്പം 4 ശരീരഭാഗങ്ങളാണ് കണ്ടെടുത്തത്. അതിൽ ഈ ശരീരഭാഗങ്ങളിൽ 1 വയനാട്ടിൽ നടന്ന തെരച്ചിലാണ്. മറ്റ് 3 എണ്ണവും നിലമ്പൂരിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെ സൂചിപ്പാറയിലും സൺറൈസ് വാലിയിലും പരപ്പൻപാറയിലും ആയിട്ടുള്ള ചാലിയാറിന്റെ തീരങ്ങളിലുള്ള തെരച്ചിലാണ് കൂടുതൽ ഒരു പ്രാമുഖ്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൂരൽമല മേഖലയിലും അവിടെ 6 സോണുകളായിട്ട് ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തും വെള്ളാർമല സ്കൂൾ പരിസരത്തും പുഴയുടെ അടിവാരത്തുമെല്ലാമായുള്ള ഈ തെരച്ചിലും തുടരും. ഇന്നലെ ഈ സൺറൈസ് വാലിയിൽ നടന്ന പരിശോധനയിൽ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്നും അത് കെടാവർ നായകളുടെ ഉൾപ്പെടെയുള്ള സൈന്യത്തിന്റെ കടാവർ നായകളുടെ അടക്കം സഹായം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം പുഞ്ചിരിമട്ടത്ത് സൈന്യത്തിന്റെ സ്പെഷ്യൽ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ സർവേ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള മാപ്പിംഗ് നടത്തിയുള്ള പരിശോധന അത് ഇന്നും തുടരും. തുടർച്ചയായി 10ാം ദിനത്തിലേക്കാണ് ഈ തിരച്ചിൽ പോകുന്നത്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം തന്നെ 138 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ അത് ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കൂടാതെ ഈ ചൂരൽമലയിൽ നേരത്തെ ഈ കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. സൈന്യത്തിനും ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകർക്കുമെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെടുന്നതിനാവശ്യമായ നെറ്റ്വർക്ക് കവറേജിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് പരിഹരിക്കാനായി 20 ദിവസത്തേക്കുള്ള താൽക്കാലിക നെറ്റ്വർക്ക് കവറേജിന്റെ ഭാഗമായുള്ള താൽക്കാലിക ടവർ അവിടെ ഉയർത്തിയിട്ടുണ്ട്. 3 സ്വകാര്യ ടെലികോം ദാതാക്കളുടെ നെറ്റ്വർക്കുകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്റർ പരിധിയിലാണ് ഇതിന്റെ ഒരു റേഞ്ച് ലഭിക്കുക. അതിലൂടെ ഹൈസ്പീഡ് ഈ മൊബൈൽ ഉപയോഗം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പുനരധിവാസം 3 ഘട്ടങ്ങളിലായാണ് നടക്കുക. ഈ രക്ഷാദൌത്യം ഒപ്പം തന്നെ തിരച്ചിലും നടക്കുന്നതോടൊപ്പം തന്നെ പുനരധിവാസവുമായ ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ 16 ക്യാമ്പുകളിലായി 1900-ലധികം ആളുകളാണ് ഈ ഒരു മേഖലയിൽ മാത്രം, അതായത് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുള്ള ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ മാത്രം ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. അത് 16 ക്യാമ്പുകളിലാണ് അവരുള്ളത്. മറ്റൊന്ന് ജില്ലയിലാകെ 31 ക്യാമ്പുകളിലായി 3500-ലധികം പേർ മറ്റ് കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ടും ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുള്ളവരുടെ ഒരു പുനരധിവാസമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. 3 ഘട്ടങ്ങളായി നടപ്പാക്കുമ്പോൾ 1ാം ഘട്ടം എന്ന് പറയുന്നത് ഇവരെ താൽക്കാലികമായ വാടക വീടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ബന്ധുവീടുകളിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്ക് അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കി നൽകാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. 2ാം ഘട്ടം എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ഹോമുകളാണ്. അതായത് സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിന് മുൻപ് ട്രാൻസിറ്റ് ഹോമുകൾ ഒരുക്കി അവിടെ ഫ്രീഹാബ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകുക. 3ാം ഘട്ടമായിരിക്കും ഈ ടൗൺഷിപ്പ് അടക്കമുള്ള സ്ഥിരം വീടുകൾ എന്ന പദ്ധതിയിലേക്ക് പോവുക എന്നുള്ളത്. ഇപ്പോൾ താൽക്കാലികമായുള്ള വാടക വീടുകൾ കിട്ടുമോ എന്ന കാര്യം അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി സർക്കാർ പരിശോധിച്ചു വരുന്നുണ്ട്. മറ്റൊന്ന് ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ കൂടി ഇങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കാൻ ഉപയോഗിക്കുക എന്ന കാര്യവും
ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നബീൽ എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് അടിയന്തര ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് വേണ്ടതിനാൽ പൂർണ്ണമായും സ്കൂൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ നബീൽ പരാതി നൽകുകയും ആ പരാതി പരിഗണിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ നബീലിന് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. അതുപോലെ റേഷൻ കാർഡുകൾ നഷ്ടപ്പെട്ടവർക്ക് ആ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന സംവിധാനവും പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രക്ഷാദൌത്യവും തെരച്ചിലും ഒപ്പം ഈ പുനരധിവാസ പ്രക്രിയകളും ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രവർത്തനങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനും ഒപ്പം തന്നെ മറ്റു സംവിധാനങ്ങൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ ഈ തെരച്ചിലും രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, സന്നദ്ധ സംഘടനകളുടെ, സന്നദ്ധ കൂട്ടായ്മകളുടെ വലിയ പിന്തുണയുണ്ട്. എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനങ്ങളെല്ലാം യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശനിയാഴ്ച വയനാട്ടിലേക്ക്, ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിനായി എത്തുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട്ടുകാരും ഈ ദുരന്തബാധിത മേഖലകളിൽ ഉള്ളവരും കാണുന്നത്. കാരണം പ്രധാനമന്ത്രി എത്തി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒപ്പം മുൻ അനുഭവങ്ങൾ, സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായതിന്റെ മുൻ അനുഭവങ്ങൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിന്റെ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വയനാട് വരുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വയനാട്ടിലേക്ക് എത്താൻ പോകുന്നത്. അദ്ദേഹം വ്യോമ നിരീക്ഷണമായിരിക്കും ഈ ഒരു ദുരന്തബാധിത മേഖലകളിൽ നടത്തുക എന്നൊരു സൂചനയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അദ്ദേഹം ദുരന്തബാധിതരെ നേരിട്ട് സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഔദ്യോഗിക ചാർട്ട് അടുത്ത ദിവസം മാത്രമേ പുറത്തു വരികയുള്ളൂ. അത് പുറത്തു വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുക. കാരണം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം നേരിട്ട് സന്ദർശിക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും വ്യോമ നിരീക്ഷണം എന്നതിലേക്ക് കാര്യങ്ങൾ ചുരുക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനമുണ്ടാകുമ്പോൾ ഒന്നുകിൽ വയനാടിന് ദേശീയ ദുരന്ത ഒരു പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ദേശീയ ദുരന്തമായി ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ പ്രഖ്യാപിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുമല്ലെങ്കിൽ സമഗ്രമായ ഒരു ദുരിതാശ്വാസ പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഇന്നലെ ഇത് സംബന്ധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിലും ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യങ്ങൾ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സജീവമായി ഉയർന്നു വരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ നിരന്തരം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് വയനാട് ജനതയും ഒപ്പം ദുരന്തബാധിതരും കേരളീയ സമൂഹവും ഉറ്റുനോക്കുന്നത്. ലിബീഷ്, റിയാസിന് ദൃശ്യങ്ങളിൽ കാണാം അവിടെ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ മഴ ഈ തെരച്ചിലിന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകുമോ? അതോടൊപ്പം തന്നെ ഇന്ന് 10 ദിവസമാകുന്നു ഈ ദുരന്തം നടന്നിട്ട്. ഇനിയും എത്ര നാൾ ഈ തിരച്ചിൽ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ അധികൃതർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയുണ്ടോ? എന്തായാലും ഈ തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സൈന്യം എത്ര നാൾ തിരച്ചിൽ തുടരുന്നു അത്രയും തുടരുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. എന്നാൽ സൈന്യം എത്ര നാൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതോടുകൂടി ഞായറാഴ്ച ഒരു പരിശോധന നടത്തി അത് നിർത്തുമോ എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പക്ഷേ അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവുമില്ല. അത് സ്ഥിരീകരിക്കേണ്ടത് സൈന്യം തന്നെയാണ്. തിരച്ചിൽ പരമാവധി തുടരുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഇപ്പോഴത്തെ നിലപാട്. അതിൽ എത്രമാത്രം പ്രായോഗികത എന്ന് പറയുന്നത് എത്രമാത്രം സാധ്യമാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം നമുക്കറിയാം ഈ ജൂലൈ 30-ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനു ശേഷം നിരവധി പാറക്കല്ലുകളാണ് ഈ വെള്ളാർമല പരിസരത്തും ഈ ചൂരൽമല പരിസരത്തുമെല്ലാം തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കൂടാതെ മുണ്ടക്കൈ പ്രദേശത്തും ചൂരൽമല പുഴയുടെ തീരങ്ങളിലുമെല്ലാം തന്നെ എത്രയോ ടൺ കണക്കിന് ചെളിമണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട്. ഇത് നീക്കം ചെയ്യണമെങ്കിൽ തുടർച്ചയായ ഒരു പരിശ്രമം ആവശ്യമാണ്. പക്ഷേ അത് എത്ര നാളെന്ന് പറയുന്നത് അനന്തമായി ഈ തെരച്ചിൽ നീളുന്നതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. തെരച്ചിലിനും രക്ഷാദൌത്യത്തിനും അപ്പുറം ഒരു പരിധിവരെ ഇത് പരമാവധി തെരച്ചിൽ നടത്തിക്കൊണ്ട് ആ ദൌത്യം താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് പിന്നീട്
ഈ പുനരധിവാസം എന്ന പ്രക്രിയയിലേക്ക് കടക്കുകയായിരിക്കും ഉണ്ടാകുക എന്ന സൂചനകളാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരാനാണ് പോകുന്നത്. മറ്റൊരു കാര്യം ലിബീഷ് ചോദിച്ചത് മഴയാണ്. മഴ ഇപ്പോഴുള്ളത് ഒരു ചാറ്റൽ മഴയാണ്. അതിന് ഇപ്പോൾ തന്നെ നേരിയൊരു ശമനം ഉണ്ടായിട്ടുമുണ്ട്. ഈ ചാറ്റൽ മഴ വലിയ വെല്ലുവിളിയൊന്നും ഉയർത്തുന്നില്ല. പക്ഷേ ശക്തമായ മഴയുണ്ടായിക്കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ തെരച്ചിലിനെ വലിയ പ്രതികൂലമായി തന്നെ ബാധിക്കും. നമ്മൾ ഇതിന്റെ തുടക്ക ദിവസങ്ങളിൽ ആദ്യത്തെ ഒരു 4-5 ദിവസങ്ങളിൽ ശക്തമായ മഴ എത്രമാത്രം വെല്ലുവിളി ഈ ദൗത്യത്തിന് ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. ആ അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഇന്നത്തെ രക്ഷാദൌത്യത്തെ അതൊരു സാരമായ ഒരു വെല്ലുവിളിയായി തന്നെ ബാധിക്കും. നിലവിലെ സാഹചര്യത്തിലുള്ള ഈ ചാറ്റൽ മഴ പോലെയാണെങ്കിൽ അത് കാര്യമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇടയില്ല. ലിബീഷ്, റിയാസ്, ഈ കാണാതായവരെ സംബന്ധിച്ച് ഇന്നലെ അവരുടെ ചിത്രങ്ങളും വിവരങ്ങളും സഹിതം ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു. അതിലേക്ക് കൂടുതൽ ആളുകളെ ഇനിയും ചേർക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. അതിലെന്തെങ്കിലും പുരോഗതിയുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ദുരന്ത ഭൂമിയിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇത്തരത്തിലുള്ള 2 കാര്യങ്ങൾ, അതായത് കാണാതായവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, ഒപ്പം തന്നെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കണക്കുകളുടെ തിട്ടപ്പെടുത്തൽ എന്നിവയുടെ ഒരു വിവര ശേഖരണം അത് അന്തിമഘട്ടത്തിലാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. 6 മേഖലകളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക വിവര ശേഖരണം ഈ ദുരന്ത മേഖലയിൽ നടത്തുന്നത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ഒപ്പം തന്നെ ചൂരൽമല, കൂടാതെ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം, ഒപ്പം തന്നെ ഈ 2 വിദ്യാലയങ്ങൾ, അതായത് ഈ വെള്ളാർമല GVHSS സ്കൂളും ഒപ്പം തന്നെ ഈ മുണ്ടക്കൈയിലെ സ്കൂളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത്. അവിടെയുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. അതായത് അവിടെയെല്ലാം തന്നെ ഔദ്യോഗികമായ കണക്കുകൾ മാത്രമാണ് സർക്കാരിന് ലഭിക്കുക എന്നൊരു പ്രതിസന്ധിയുണ്ട്. അതിനുമപ്പുറമാണ് ഒരുപക്ഷെ ഈ ദുരന്തബാധിതരായി ഈ മണ്ണിനടിയിലൊക്കെ പൊതിഞ്ഞു പോയവരുടെ എണ്ണം ഉണ്ടാവുക എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം പാടികളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വിവരം ഇത് ഔദ്യോഗിക രേഖകളിൽ ഉണ്ടാകണമെന്നില്ല. അതിൽ ഈ ഇതര സംസ്ഥാനക്കാരടക്കമുള്ള ആളുകളുണ്ടാകും. അത്തരം അതിഥി തൊഴിലാളികളുടെ വിശദാംശങ്ങൾ ലഭിക്കുക പ്രയാസകരമാണ്. ഒപ്പം തന്നെ ചില റിസോർട്ടുകളിൽ അവിടെ വന്നിരുന്ന ആളുകൾ, അവരുടെ വിശദാംശങ്ങൾ അത് ലഭിക്കുക, കാരണം അങ്ങനെ വന്നവരിൽ എത്ര പേർ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായൊരു കണക്കില്ല. സമീപ ഭാവിയിൽ പിന്നീട് അത്തരം കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മരിച്ച തിരിച്ചറിയാത്ത ആളുകളുടെ മൃതദേഹങ്ങൾ കൃത്യമായ DNA പരിശോധനയ്ക്ക് ഉൾപ്പെടെ സംവിധാനം ഒരുക്കിക്കൊണ്ട് സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്കരിച്ച 182 ശരീരഭാഗങ്ങളാണ് തിരിച്ചറിയപ്പെടാതെ ഉള്ളത്. 40-ലധികം മൃതദേഹങ്ങളും സംസ്കരിച്ചു. അത്തരം മൃതദേഹങ്ങൾ ഒപ്പം തന്നെ ഈ ശരീരഭാഗങ്ങളും സംസ്കരിക്കുമ്പോൾ നാളെ പിറ്റേന്നൊരു സാഹചര്യം വരികയാണ്. ആരെങ്കിലും ഒരു അവകാശികൾ ഇതിന് ക്ലെയിം ചെയ്തു വരികയാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ ഈ ബന്ധുക്കളുടെ DNA രക്തസാമ്പിളുകളെല്ലാം തന്നെ വെച്ചുള്ള ഒരു DNA പരിശോധന, DNA മാച്ചിങ് സംവിധാനമെല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഇന്നയാളുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായി തന്നെ ഒരു ഔദ്യോഗിക സംവിധാനത്തോടുകൂടി സംസ്കരിക്കുന്ന പ്രക്രിയ ഉൾപ്പെടെയുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിവരശേഖരണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണെന്നുള്ള ഒരു വിവരമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. ശരി റിയാസ്, ദുരന്തം നാശം വിധിച്ച വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒപ്പം തന്നെ സൂചിപ്പാറ മേഖലയിലുമൊക്കെ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പുനരധിവാസ നടപടികളും വേഗത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ.